നമസ്കാരം, ഞാൻ ദീപ്തി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ സിനിക്കോൺ പംപ്സ്. ഇനിയും എത്താതെ ഇളവിന്റെ കനിവ്. പ്രതീക്ഷകളുടെ വിഴിഞ്ഞത്ത് ആശങ്കയുടെ കരിനിഴൽ വിരിച്ച് കബോട്ടാഷ് നിയമം. നിയമത്തിൽ ഇളവ് നൽകാനുള്ള കരട് ശുപാർശ പട്ടികയിൽ നിന്ന് വിഴിഞ്ഞം പുറത്ത്. വിഷയം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ കേരളം. പുതിയ ശുപാർശ പട്ടിക കബോട്ടാഷ് നിയമം സംബന്ധിച്ച് കേന്ദ്രം നേരത്തെ നൽകിയ വാഗ്ദാനങ്ങൾക്ക് വിരുദ്ധം. ഇളവിനായി പരിഗണിക്കപ്പെടുന്നത് കിഴക്കൻ തീരങ്ങളിലെ തുറമുഖങ്ങൾ മാത്രം. കേന്ദ്രം നൽകേണ്ട ഇളവിലെ അവ്യവസ്ഥയിൽ ആശങ്ക പ്രകടിപ്പിച്ച് അദാനി ഗ്രൂപ്പ്. തുറമുഖ നിർമ്മാണത്തിൽ സമ്മതമറിയിച്ച അദാനി പോർട്സ് അധികൃതർ തിങ്കളാഴ്ച മുഖ്യമന്ത്രിയെ കാണും. ഉന്നത സംഘം ഗൌതം അദാനിയുടെ മകൻ കരൺ അദാനിയുടെ നേതൃത്വത്തിൽ. കരാറിൽ വീണ കയ്പുനീര്. അതിർത്തിയിലെ സമാധാന ചർച്ചകൾക്ക് തിരിച്ചടിയായി പാകിസ്ഥാന്റെ വെടിനിർത്തൽ കരാർ ലംഘനവും വിഘടനവാദികളുടെ പാക് അനുകൂല നിലപാടും. ഒരാഴ്ചയായി തുടരുന്ന വെടിവയ്പിൽ ഇന്ത്യയുടെ കടുത്ത പ്രതിഷേധവും മുന്നറിയിപ്പും. ഇന്ത്യയുടെ ചാരവിമാനം വെടിവെച്ചിട്ടെന്ന പാകിസ്ഥാന്റെ അവകാശവാദത്തിന് തിരിച്ചടി. വിമാനം ചൈനീസ് നിർമ്മിതമെന്ന് സ്ഥിരീകരണം. പ്രശ്നപരിഹാരത്തിന് ഇന്ത്യ മുന്നോട്ട് വന്നാൽ സഹകരിക്കാമെന്ന് പാക് ഹൈക്കമ്മീഷണർ അബ്ദുൾ ബാസിദ്. പ്രതിഷേധങ്ങളുടെ തുടർക്കഥയിൽ വാഗ അതിർത്തിയിൽ ഇന്ത്യൻ സൈന്യം നൽകിയ ഈദ് ഉപഹാരങ്ങൾ നിരസിച്ച് പാക് സൈനികർ. ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധികൾക്ക് വിസ നൽകാതെയും പ്രതിഷേധം. ലയനത്തിൽ ഭിന്നത. CPM-ലേക്കുള്ള ഗൌരിയമ്മയുടെ മടങ്ങിവരവിൽ JSS-ൽ ഭിന്നത. ലയന തീരുമാനത്തെ വിമർശിച്ച് ഒരു വിഭാഗം JSS നേതാക്കൾ. തീരുമാനം ഏകപക്ഷീയമെന്ന് രാജൻ ബാബു. ഗൌരിയമ്മ CPM-ന് കീഴടങ്ങുകയാണെന്നും ആക്ഷേപം. ലയനം സ്വാർത്ഥ താൽപര്യത്തിനു വേണ്ടി. സംസ്ഥാന കമ്മിറ്റി കൂടി തീരുമാനിക്കേണ്ട കാര്യങ്ങളിൽ ഗൌരിയമ്മ ഒറ്റയ്ക്ക് നിലപാടെടുത്തുവെന്ന് JSS സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. പ്രദീപ്. 21 വർഷത്തെ പിണക്കത്തിനു ശേഷം CPM-ലേക്കുള്ള മടക്കം കോടിയേരി ബാലകൃഷ്ണനുമായി ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയിൽ. ലയന സമ്മേളനം ഓഗസ്റ്റ് 19 ആലപ്പുഴയിൽ. ദുരൂഹതയിൽ മറഞ്ഞ സത്യം. കോന്നിയിലെ പെൺകുട്ടികളുടെ മരണത്തിൽ അന്വേഷണം എങ്ങുമെത്താതെ. ബംഗളൂരു ലാൽബാഗിലും റെയിൽവേ സ്റ്റേഷനിലും നടത്തിയ തെളിവെടുപ്പിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചില്ലെന്ന് സൂചന. CCTV ദൃശ്യങ്ങളിൽ നിന്ന് പെൺകുട്ടികൾക്ക് ഒപ്പം മറ്റാരെയും കണ്ടെത്താനായില്ല. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആര്യ K. സുരേഷിന്റെ നില ആശങ്കാജനകമെന്ന് ആശുപത്രി അധികൃതർ. ശ്വാസകോശത്തിലുണ്ടായ അണുബാധയെ തുടർന്ന് ആര്യയെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാനുള്ള ശ്രമം ഉപേക്ഷിച്ചു. കോന്നി CIയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം ബംഗളൂരുവിലെ കൂടുതൽ സ്ഥലങ്ങളിൽ ഇന്ന് തെളിവെടുപ്പ് നടത്തും. അന്വേഷണത്തിന് തിരിച്ചടിയായി അബോധാവസ്ഥയിൽ കഴിയുന്ന പെൺകുട്ടിയുടെ ആരോഗ്യനില. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. തരകൻസ് റോയൽ ജുവല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തരകൻസ് റോയൽ ജുവല്ലറി. പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജുവല്ലറി കുന്നംകുളം, അബൂഷാഗ്ര, ഷാർജ. സ്വർണം ഗ്രാമിന് 2440 രൂപ, പവൻ 19,520 രൂപ, വെള്ളി ഗ്രാമിന് 36.76 രൂപ. തരകൻസ് റോയൽ ജുവല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് തരകൻസ് റോയൽ ജുവല്ലറി. പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജുവല്ലറി കുന്നംകുളം, അബൂഷാഗ്ര, ഷാർജ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ സിനിക്കോൺ പംപ്സ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.